ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയായിട്ട് മാർക്കറ്റിൽ ലീവാണ്. ഞാനിപ്പോൾ ഞായറാഴ്ച പോകാറില്ല. അപ്പോൾ ഇന്ന് നമുക്കതല്ലാതെ ഒരു യാത്ര ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. മക്കളുണ്ട് കൂടെ. പിന്നെ നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ചു. ഞങ്ങൾ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണീറ്റതാണ്. ഒരു 4:30 എണീറ്റ് എൻ്റെ പണിയൊക്കെ തീർത്തു. ചോറൊക്കെ ആക്കി വെച്ചിട്ടാണ് പോണത്. വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കണ്ടല്ലോ. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പിന്നെ എന്താ സ്പെഷ്യൽ കോളിഫ്ലവർ പൊരിച്ച് തന്നു. അതൊക്കെയായിരുന്നു. അത് അലക്കാളാണ് കുഞ്ചൂസ്. അത് അവിടെ അകത്തെങ്ങാനും വെച്ചപ്പോൾ തൽക്കാലം അവിടെ അകത്തെങ്ങാനും ഇട്ടു. എല്ലാം കഴിഞ്ഞിറങ്ങി. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇറങ്ങാൻ നോക്കട്ടെ. എടാ പൂട്ടല്ലേ, വാതിൽ പൂട്ടല്ലേ, ഒരു കാര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇന്നാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചൊവ്വാഴ്ച. ഞായറാഴ്ച ഞങ്ങൾ മലപ്പുറം വരെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയതായിട്ടോ. ഇവിടുന്ന് ശരിക്കും കോഴിക്കോട് നിന്ന് 60 കിലോമീറ്റർ പോകാനുണ്ട്. എനിക്ക് സ്ഥലപ്പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ ഈ റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെയാണ്. മുമ്പൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. റോഡ് പണി അന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പപ്പടുവിൻ്റെ അടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ റൂട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ പപ്പടുവിനായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്ക് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചത് പപ്പുട് താമസിക്കുന്നതിൻ്റെയൊക്കെ ഭാഗത്ത് കുറച്ചും കൂടിയേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പപ്പുടിൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ റൂട്ട് പോവുകയാണെങ്കിൽ വേഗം എത്തുമായിരുന്നു. പക്ഷേ ഇവരെ വീട്ടിലേക്ക് നമ്മൾ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്ക് ആവാനായി തോന്നുന്നു എത്തിയപ്പോൾ. 1:45 എന്തോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തിയ സമയം. ഞങ്ങളവിടെ ഒരു മരണം ഉണ്ടായിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് ഇടേണ്ട കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. സാരി എടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ സാരിയൊക്കെ എടുക്കുക. വെറുതെ ഇങ്ങനെ അലമാരയിലിരിക്കുകയല്ലേ. പക്ഷേ അന്ന് പിന്നെ ചുരിദാർ എടുത്തിട്ടു. അങ്ങനെ ഞാൻ സാരി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏത് നോർമൽ സാരി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയി പോകും കാണുമ്പോൾ കേട്ടോ. പിന്നെ പാൻറ്റും ഷർട്ട് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, നാടനായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു ചുരിദാർ എടുത്തിട്ടു. പിന്നെ പോയി ഞങ്ങൾ എത്താനായും കൊണ്ടായപ്പോൾ കുറച്ച് റംബൂട്ടാനൊക്കെ വാങ്ങി തിന്നു വഴിയിൽ നിന്ന്. ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ അങ്ങനെ എന്തെങ്കിലും തിന്നാൻ തോന്നി. അപ്പോൾ അങ്ങനെ റംബൂട്ടാൻ കണ്ടപ്പോൾ അത് വാങ്ങി തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാളയത്തു നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന കിട്ടും. ഇത് ഞങ്ങൾ 100 രൂപയ്ക്കാണ് വാങ്ങിയത്. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങണമെങ്കിൽ കുറച്ചും കൂടി തോന കിട്ടുമായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ റംബൂട്ടാനൊക്കെ തിന്ന് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ആടുകളുടെ ഒരു കൂട്ടം കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നന്ദുവിനോട് ഞാൻ പറഞ്ഞു, നന്ദു വേഗം വീഡിയോ എടുക്കാൻ തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് എൻ്റെ കല്യാണം കഴിയണേക്കാട്ടിയൊക്കെ മുമ്പ് ഇതുപോലെ ഇത്രയ്ക്കൊന്നല്ല, പക്ഷേ എങ്കിലും ഒരു 10-22 ആടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് അത്രയും ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊന്നും നമുക്ക് അതിൻ്റെ ഒരു വില അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നഷ്ടം തോന്നുന്നു ഇപ്പോൾ കേട്ടോ അന്നത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. 130 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 40% ബാലൻസ് ഉണ്ടായിരുന്നു. 40 അല്ല 49% ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരണ വഴിക്ക് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നേട്ടോ. ഉച്ചക്കലത്തെ ഫുഡൊക്കെ അവിടെ നിന്നായിരുന്നു. തിരിച്ച് വരുമ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് നമ്മൾ വണ്ടി ചാർജിനിട്ടു കേട്ടോ. ഒരു 4:45 ഞങ്ങൾ തിരൂരങ്ങാടിയിലിട്ടിട്ട് 6 മണിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നത് കേട്ടോ. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അങ്ങനെ ക്ഷീണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ വൈകുന്നേരമൊക്കെ അതിലെത്തുമ്പോൾ അപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ പാലൊക്കെ വാങ്ങാൻ കയറി. നന്ദും കുഞ്ഞുസും പോയിട്ടാണ് പാൽ വാങ്ങിയത് കേട്ടോ. ഞാൻ വണ്ടിയിലിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ ഈ മലപ്പുറത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. എൻ്റെ ഫ്രണ്ട് ഇത്തയാണ്. അപ്പോൾ ഇത്താടെ മോളാണ്. ചെറിയൊരു പെൺകുട്ടിയാണ് കേട്ടോ. 18 വയസ്സായിട്ടുള്ള ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ 14 ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാനത് അറിയണത് മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവരായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയണത് ഞാനും മക്കളൊരു 3.5 കൊല്ലം ഞാനിവിടെ കോഴിക്കോട് നിരിക്കുന്ന ഒരു അമ്മാമ്മനെ നോക്കാനായിട്ട് നിന്നിരുന്നു. അമ്മാമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ്. കോഴിക്കോടൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ, അമ്മാമ്മ എന്ന് പറയുമ്പോൾ അമ്മാവനാണോ അങ്ങനെ. അപ്പോൾ നമ്മൾ അമ്മമ്മ എന്നൊക്കെ വിളിക്കില്ല അങ്ങനെ.
അപ്പോൾ ആ അമ്മാമനെ നോക്കാൻ ഞാൻ നിന്നിരുന്ന സമയത്ത് നമുക്ക് ഡയാലിസിസ് മെഡിക്കൽ കോളേജിലായിരുന്നു. ആദ്യം PVSയിലായിരുന്നു, പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറി. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഈ ഇത്ത അവരെ ഹസ്ബൻഡിനെ ഡയാലിസിസ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പരിചയമായത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 ദിവസം മുമ്പേ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്ക് എനിക്ക് ഒരു ഓട്ടം കിട്ടിയിരുന്നു. അങ്ങനെ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത്തന്നെ വെറുതെ വിളിച്ചതാണ്. അങ്ങനെയാണ് മോള് മരണപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയാൻ കാരണം. അറിഞ്ഞപ്പോൾ പിന്നെ പോകാണ്ടിരിക്കാൻ തോന്നിയില്ല. നമ്മൾ അത്രയും സ്നേഹമാണ്. എപ്പോഴും വിളിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തന്നെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിക്കാറുണ്ട്. 2014 മുതൽ അങ്ങനെ എന്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ 2025 ആയില്ലേ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളങ്ങനെ മലപ്പുറത്തേക്ക് പോയത് കേട്ടോ. നോക്ക് എന്തിനാ വാങ്ങിയെന്ന് പറ. എന്താ വാങ്ങിയെന്ന് പറ. സോക്സും പാൻറ്റ് മാത്രം വാങ്ങിയോളൂ. ഫസ്റ്റ് നമ്മളെന്താ വാങ്ങിയേ? ആദ്യം എന്താ വാങ്ങിയെന്ന് പറ. എത്ര ഷർട്ട് വാങ്ങി? സോക്സ് ഞാൻ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞു. കണക്ക് പറഞ്ഞില്ല, നീ പറ ഏതാ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിത്തന്നെന്ന് പറ. ഇങ്ങോട്ട് നോക്ക്. കുഞ്ചൂസ് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല കേട്ടോ. കാരണം കുഞ്ചൂസിന് ചെറിയൊരു തലവേദന എന്നൊക്കെ പറയണു. ഉടായിപ്പാണ്. സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അവന് നല്ല വിശപ്പൊക്കെയാണ്. ഇനി അതിൻ്റെ ആണോന്ന് അറിയില്ല. വീട്ടിൽ പോകണം, ചോറ് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി. നന്ദുവിന് ഷർട്ടും പാൻറ്റും സോക്സും ഒക്കെ വാങ്ങി. കേക്ക് എന്തെങ്കിലും ഒന്ന് നാളെ വാങ്ങണുണ്ടോ. പിന്നെന്താ, പണ്ടൊക്കെയാണ് നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ വരുമ്പോൾ 2 ആൾക്കും കൂടിയിട്ട് ഡ്രസ്സ് വാങ്ങൽ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് വാങ്ങലില്ല. കാരണം ഭയങ്കര വിലയാണ്. അപ്പോൾ ഓരോരുത്തർ പിറന്നാളിന് ഓരോരുത്തർക്ക്. ഇപ്പോൾ നന്ദുവിനാണെങ്കിൽ നന്ദുവിന് മാത്രം എടുക്കും, കുഞ്ചൂസിനാണെങ്കിൽ കുഞ്ചൂസിന് മാത്രം എടുക്കും. അത് ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറയും, ഇപ്രാവശ്യം ഒരാൾക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി മുതൽ ഓരോരുത്തർക്കാണ്. അവർ കുറച്ചും കൂടി വലിപ്പൊക്കെയായി നമ്മൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവണമൊക്കെ ഒരു പ്രായമായപ്പോൾ ഞാൻ പറയും, ഇനി അങ്ങോട്ട് ഒരാൾക്കേ എടുക്കുള്ളൂ, 2 ആൾക്ക് ഒരുമിച്ച് എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഒരുമിച്ച് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ കേക്കൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടാ, ഒന്നും അറിയില്ല. നാളെ വാങ്ങണം. നന്ദുവിനോട് അഭിപ്രായം ചോദിക്കണില്ല. കാരണം നന്ദു എപ്പോഴും നീ ഏത് കേക്കാ പറയാ വാങ്ങണമെങ്കിൽ. കണ്ട, നന്ദു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറയാ. കുഞ്ചൂസും അങ്ങനെ തന്നെ അല്ലേ, വൈറ്റാ. ഇവർ 2 ആൾ എപ്പോഴും അതേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഴിക്കാത്ത കേക്ക് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ കുഞ്ചൂസിനോട് ഞാൻ പറഞ്ഞിരുന്നു, കേക്ക് വാങ്ങുമ്പോൾ കേക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ നന്ദുവിനോട് ചോദിക്കില്ല എന്നുള്ളത്. നന്ദുവിനോട് ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. കുഞ്ചൂസ് അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ നടക്കണത്. അപ്പോൾ നമ്മളിവിടെ റെയിൽ പാളത്തിൻ്റെ ഇപ്പുറത്തെ വണ്ടി ഇട്ടേക്കാം. ട്രെയിൻ പോകണ്ട കേട്ടോ. സമയം ഇപ്പോൾ 6:04. കുഞ്ചൂസ് നോക്ക് വണ്ടി കിടന്ന് ഉറങ്ങുകയാണ്. കുഞ്ചൂസ് നന്ദുവിൻ്റെ യൂണിഫോം പുതിയ യൂണിഫോമാണ്. ഇന്നാണ് അവൻ ആദ്യമായിട്ട് ഇട്ടിട്ട് പോകണം. എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് കളർ. പക്ഷെ അവന് വൈറ്റ് ഷർട്ട് ഇപ്പോൾ കയറാം. അവന് വൈറ്റ് ഷർട്ടായിട്ട് ഒരു മാച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ പോകാൻ നോക്കട്ടെ.